guys, welcome to AIMS Nursing with me YouTube channel. എയിംസ് റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ ആ റിസൾട്ടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇനി കൗൺസിലിങ്ങിനെ കുറിച്ചുള്ളതും അഡ്മിഷൻ ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചുള്ള ഓരോ വീഡിയോസും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ വീഡിയോസും കാണുക. ഈ വീഡിയോയിൽ കട്ട് ഓഫ്, ഈ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കട്ട് ഓഫ് നോക്കുമ്പോൾ ജനറൽ കാറ്റഗറി 6391 ആണ് കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് EWS ആണെങ്കിൽ 6387 ആൻഡ് PWBD ആണെങ്കിൽ 5496 ആൻഡ് OBC NCLകാർക്ക് 9851 ആൻഡ് OBC NCL PWBDക്ക് 3931 വരെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. ആൻഡ് SC 10963 and SC PWBD 7728 and ST 13926 ആണ് വരെയാണ് കട്ട് ഓഫ് കൊടുത്തിരിക്കുന്നത്. സോ ഇത്രയും സ്റ്റുഡൻസ് ഈ ലിസ്റ്റിലുണ്ട്. ഈ ലിസ്റ്റിലുള്ള എല്ലാവർക്കും തന്നെ കൗൺസിലിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതുമാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലുള്ള ഇമ്പോർട്ടൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. OBC NCL ആൻഡ് EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 19/6/2024 to 22/6/2024 22nd വൈകുന്നേരം 5 മണിക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യണം. നാളെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ക്യാൻസലായിട്ട് നിങ്ങൾ ജനറൽ കാറ്റഗറി ആയി കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേഗം തന്നെ പോയിട്ട് എല്ലാവരും ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഈ സൈറ്റിൽ നിങ്ങളുടെ ലോഗിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. സോ അവിടെ കയറി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. മുന്നേ പറഞ്ഞതുപോലെ ഇതിൻ്റെ OBC സർട്ടിഫിക്കറ്റിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ 9/6/2023 9/6/2024 ഇടയിലുള്ളതായിരിക്കണം. അതിൻ്റെ ഉള്ളിലുള്ളതാണ് അപ്ലോഡ് ചെയ്യാതെ നിങ്ങൾക്ക് റിസർവേഷൻ കിട്ടത്തുള്ളൂ. ആൻഡ് EWS ആണെങ്കിൽ 1/4/2024 മുതൽ 9/6/2024 വരെയാണ്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ദെൻ അബൌട്ട് കൗൺസിലിംഗ് 3 റൗണ്ടായിട്ടാണ് ഉണ്ടാവുക. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് ആൻഡ് ഓപ്പൺ റൗണ്ട്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റൗണ്ടിന് ഫീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഓപ്പൺ റൗണ്ടിന് 25,000 DD ആയിട്ട് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓൺലൈനിൽ എല്ലാ കൗൺസിലിങ്ങും ഫുൾ ഓൺലൈനായിട്ടാണ് നടക്കുക. നമ്മളുടെ കോളേജ് പ്രിഫറൻസ് അനുസരിച്ച് ഓരോ എയിംസും സെലക്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വാളിഫയിങ് മാർക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാളിഫയിങ് മാർക്സ് ജനറൽ കാറ്റഗറിക്ക് 50% ആൻഡ് OBC കാറ്റഗറിക്ക് 40%, ആൻഡ് SC ST കാറ്റഗറിക്കാർക്ക് 40%ആണ് ഇതിൻ്റെ ക്വാളിഫയിങ് മാർക്ക് ഒരു എയിംസ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടിയവർക്ക് സെക്കൻഡ് റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടാത്തവരാണെങ്കിൽ അവർ ഡയറക്റ്റായിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയവരാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. ഫസ്റ്റ് ഓപ്ഷൻ സീറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു, സെക്കൻഡ് കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട. കിട്ടിയ സീറ്റ് അത് മതി എന്ന് ഉള്ളവർക്കാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് സീറ്റ് അക്സെപ്റ്റ് ചെയ്തു ബട്ട് സെക്കൻഡ് കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് സെക്കൻഡ് ഓപ്ഷൻ ചൂസ് ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷൻസാണ് കിട്ടിയവർക്ക് ഉണ്ടാവുക. അല്ല കിട്ടാത്തവരാണെങ്കിൽ ഡയറക്റ്റ് സെക്കൻഡ് കൗൺസിലിങ്ങിന് വേണ്ടി പോയിക്കോളും. ഓപ്പൺ റൗണ്ടിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് റൗണ്ടിനും സെക്കൻഡ് റൗണ്ടിനും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഓപ്പൺ റൗണ്ടിന് ഒന്നുകൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ 25,000 rupees DD ആയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതിൽ പ്രിഫറൻസ് കിട്ടുക പ്രയോറിറ്റി ഫസ്റ്റ് SC ST ദെൻ EWS ആൻഡ് ദെൻ OBC ആൻഡ് ദെൻ UR അങ്ങനെയായിരിക്കും പ്രയോറിറ്റി വരിക. ഓപ്പൺ റൗണ്ടിന് നമ്മൾ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ട് നമ്മൾ പോയിട്ടില്ല എങ്കിൽ നമ്മൾ ഈ 25,000 rupees നഷ്ടപ്പെടുന്നതായിരിക്കും. അത് നമുക്ക് തിരിച്ച് കിട്ടില്ല. അത് ശ്രദ്ധിക്കേണ്ടതാണ്. ദെൻ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് 10th സർട്ടിഫിക്കറ്റ്, ദെൻ 12th സർട്ടിഫിക്കറ്റ്, ദെൻ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, NCL ആൻഡ് EWS സർട്ടിഫിക്കറ്റ്സ് ആൻഡ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ലാസ്റ്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിച്ചത് അവിടെ നിന്ന് നിങ്ങൾക്ക് മൈഗ്രേഷൻ
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ വാലിഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒന്നുകൂടി ഉണ്ടാക്കേണ്ടതാണ്. ദെൻ ID പ്രൂഫ്, ഏതെങ്കിലും ഒരു ID പ്രൂഫും, ആൻഡ് അഡ്മിറ്റ് കാർഡ് ഒറിജിനൽ അഡ്മിറ്റ് കാർഡ് വേണ്ടതാണ്. നമ്മൾ ഈ എക്സാമിന് വേണ്ടി നമുക്ക് കിട്ടിയ അഡ്മിറ്റ് കാർഡ് അത് വേണം. ദെൻ രജിസ്ട്രേഷൻ ഫോം, ഇതിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്തൊരു ഫോം ഉണ്ടാവും, അത് നമുക്ക് വേണ്ടതാണ്. ദെൻ സെൽഫ് ഡിക്ലറേഷൻ ഫോം, അത് അഡ്മിഷനോട് അയച്ച് നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നതാണ്. ദെൻ ഓഫർ ലെറ്റർ നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ കിട്ടിയിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരും. നിങ്ങൾക്ക് കിട്ടുന്ന സെയിം സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടുന്നതായിരിക്കും. ആൻഡ് ദെൻ സീറ്റ് അലോക്കേഷൻ ലെറ്റർ, അതൊക്കെ നമുക്ക് സീറ്റ് അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലെറ്റേഴ്സാണ്. സോ അതിൻ്റെ ഒക്കെ ഒരു പ്രിൻറ്റ് നമ്മൾ ഡോക്യുമെൻ്റായിട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്. ദെൻ ഇനിയും ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുസരിച്ച് ഈ ഡോക്യുമെൻറ്റ്സ് വേരി ചെയ്യും. ഇനിയും എക്സ്ട്രാ കുറേ ഡോക്യുമെൻറ്റ്സ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ സർട്ടിഫിക്കറ്റ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും വേണ്ടി വരും. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ്. ഇതാണ് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ്. ഇത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഇത് നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ അഡ്മിഷൻ സമയത്ത് ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾ 1 lakh DD സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അതിന് വേണ്ടി പോകണം, MBBS അങ്ങനെ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി പോകണം, സോ ഈ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണ്ട എന്നാണെങ്കിൽ നിങ്ങൾ 1 lakh DD അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. 1 lakh ഡിമാൻഡ് ഡ്രാഫ്റ്റായിട്ട് നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിരിക്കും. ടൈം പീരീഡ് അവർ തരും. ആ ടൈം പീരീഡിനുള്ളിൽ നമ്മൾ ഫുൾ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ ആ 1 lakh നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോകണമെങ്കിൽ, കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ 5000 rupees ആയിരിക്കും പെനാൽറ്റി ആയിട്ട് അടയ്ക്കേണ്ടി വരിക. 5000 rupees അവിടെ സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് തിരിച്ച് കിട്ടുക. പെനാൽറ്റി ഫീ 5000 ആണ്. ബട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ് അഡ്മിഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്തില്ല എങ്കിൽ 1 lakh ആയിരിക്കും DD സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഇത് കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യണമെങ്കിലുള്ള കാര്യമാണ് 5000 rupees പെനാൽറ്റി ഫീ ആയിട്ട് വരുന്നത്. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇനി ബാക്കി ഇൻഫോർമേഷൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു. പ്ലീസ് വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.